ഹായ് ഗൈസ്, എല്ലാവർക്കും ഗൗതം വ്ളോഗ് ആൻഡ് റിയാക്ട്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ ഒരു അയത്തിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിലാണ് കയറിയത്. ഫ്രണ്ട് എങ്ങനെ ആയെന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിച്ചത് സ്കൂളിൽ പഠിച്ചതൊന്നുമല്ല. ഞാൻ മിക്ക ദിവസങ്ങളിൽ നൈറ്റ് റൈഡിന് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഡെയിലി കോഫി കുടിക്കാൻ ഞാൻ കയറാറുണ്ടായിരുന്നു. അങ്ങനെ കയറി പരിചയപ്പെട്ടതാണ്. നല്ലൊരു സ്ട്രോങ് കോഫി കുടിച്ചതിന് ശേഷം ഞാൻ കൊല്ലത്ത് വന്നതാണ്. നമുക്ക് ലോട്ടറി ബിസിനസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കൊല്ലം ലോട്ടറി ഓഫീസിൽ വന്നത്. രാവിലെ തൊട്ട് നല്ല ചാറ്റൽ മഴയാണ്. അങ്ങനെ ശങ്കേഴ്സ് ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ഒരു ബേക്കറി ഉണ്ട്, അവിടെ നല്ല മിക്സഡ് ജ്യൂസ് കിട്ടും. അതും ഒരു ചൂട് കട്ട്ലേറ്റും ഈ മഴയത്ത് ചാറ്റൽ മഴയത്ത് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു മിക്സഡ് ജ്യൂസ്. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നേരെ ബീച്ചിൽ പോയി നമ്മുടെ പട്ടിക്കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് ഹാർബറിൽ വന്നാണ് മീൻ മേടിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നൊരു അന്തരീക്ഷത്തിൽ മഴയ്ക്കൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ അവിടെ നിന്നൊരു ചെറിയൊരു ഐസ്ക്രീം വീണ്ടും കഴിച്ചിട്ട് നേരെ ഹാർബറിൽ പോയി അവിടെ നിന്ന് മീൻ വാങ്ങാനായിരുന്നു. രാവിലെ തൊട്ട് മൂടിയ അന്തരീക്ഷമാണെങ്കിലും ഹാർബറിൽ തിരക്കൊന്നും കുറവില്ലായിരുന്നു, നല്ല തിരക്ക് തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ 3 പട്ടിക്കുട്ടികളും ഉണ്ട്, അതേപോലെ 3 പേർഷ്യൻ ക്യാറ്റും ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് മീൻ ആഴ്ചയിൽ ഒരു വട്ടം മീനും അതേപോലെ തന്നെ അല്ലാത്ത ഒരു 2 വട്ടം നമ്മൾ ചിക്കനും മേടിക്കും, കോഴിയും മേടിക്കും. ഇങ്ങനെയാണ് അവരുടെ മെനു പോകുന്നത്. മീൻ വാങ്ങി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു, റോസ് മിൽക്കിൻ്റെ. നല്ല ടേസ്റ്റായിരുന്നു. തിരിച്ചു പോകുന്ന നേരത്ത് റാഹത്തിൽ കയറി 2 ബിരിയാണിയും മേടിച്ചു, ചിക്കൻ ബിരിയാണി. അതായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക്. വീട്ടിൽ വൈഫ് ചോറും കറിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അതിന് റാഹത്തിൽ നിന്ന് ഒരു 2 ബിരിയാണി വാങ്ങി പോകാമെന്ന് എഴുതി. അങ്ങനെ 2 ബിരിയാണി വാങ്ങിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് ബാലഭവൻ്റെ മുമ്പിൽ ഇത് കണക്ക് സെക്കൻഡ് ബുക്കുകൾ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ഞങ്ങൾ ബുക്കുകളൊക്കെ വാങ്ങാറുണ്ട്. ഇവിടെ സ്ഥിരം വാങ്ങുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ചൊക്കെയാണ് അവർ ബുക്കുകൾ തരുന്നത്. ഇതല്ലെങ്കിൽ ഞങ്ങൾ H&C ജെറോം നഗറിൽ H&Cന്ന് വാങ്ങാറുണ്ട്. അവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ബുക്കുകൾ വാങ്ങാനാണെങ്കിൽ അവിടെ പോകത്തുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എന്നാൽ വലിയ പഴക്കമൊന്നുമല്ല, ചില പുതിയതുപോലെ തന്നെ ഇരിക്കും. അത് നമുക്ക് നല്ല റേറ്റ് കുറച്ച് നമുക്ക് വാങ്ങാം, വിലപേശി വാങ്ങാൻ പറ്റും. അങ്ങനെ ഞാൻ 3 ബുക്ക് വാങ്ങി. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പം നമ്മുടെ നെച്ചുകുട്ടിയെ കാണുന്നില്ല. നമ്മൾ എങ്ങനെയോ ജനലിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി ഞങ്ങൾ നോക്കാൻ നേരത്തെ ഓടിൻ്റെ മണ്ടയിൽ നിന്ന് കളിക്കുന്നു. എന്തോ ഭാഗ്യത്തിന് വേറെ പൂച്ചകളൊന്നും കണ്ടില്ല, പരുന്തോ കാക്കയൊന്നും കൊത്തിയില്ല. അവന് ദേഹം മൊത്തം അഴുക്കായിരുന്നു. അങ്ങനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് കരുതി. ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ്സിന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത ഒരു രീതിയാണ്. ഒരു ഡബിൾ സിങ്ക് വെച്ചിട്ട് പൈപ്പ് കൊടുത്തിട്ട് അവരെ കുളിപ്പിക്കാനും അവരുടെ പാത്രം കഴുകാനൊക്കെ ഈ ഒരു സെറ്റപ്പ് നല്ലതാണ്. അതേപോലെ ഒരു മിററും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സെൻസറുള്ള ഒരു ലൈറ്റും വെച്ചിട്ടുണ്ട്, അതായത് മോഷൻ സെൻസറുള്ള ഒരു ലൈറ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും ഇത് ലൈറ്റ് കത്തുന്നത്, വൈകിട്ട് 6 മണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും അവരെ ക്ലീനിങ്ങും അതേപോലെ കുളിപ്പിക്കാനും ഒക്കെ നല്ല ഈസി ആയിരിക്കും, ഹൈജീൻ ആയിരിക്കും ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ 1 കൂടുതലോ 2 ഇങ്ങനെയുള്ളതാണെങ്കിലും നിങ്ങളുടെ ഒരു രീതിക്ക് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണിത്. ഇതാകുമ്പോൾ ഈസി ആയിരിക്കും അവരെ കുളിപ്പിക്കാനാണെങ്കിലും. പെറ്റ്സ് ഉള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുളിപ്പിക്കുന്നതൊക്കെ. ഇതാകുമ്പോഴത്തേക്കും വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഈ ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈജീൻ ആയിരിക്കും, അവർക്കും ഒരു കംഫർട്ടായിരിക്കും, നമുക്ക് ഈസി ആയിരിക്കും അവരെ കുളിപ്പിക്കുക. പെറ്റ്സിനെയൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ നോക്കുന്നതൊക്കെ മരുന്ന് കൊടുക്കുന്നതെല്ലാം ഞാനായിരിക്കും. പക്ഷേ ഫുഡിൻ്റെ കാര്യമൊക്കെ വൈഫ് നോക്കിക്കോളും. അവൾ ഫുഡെല്ലാം വെക്കുന്നതാണെങ്കിലും എല്ലാം അവളായിരിക്കും ഡീൽ ചെയ്യുന്നത്. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പെറ്റ്സിന് മെനു എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു വട്ടം മീൻ മേടിക്കും. അത് ഹാർബറിൽ നിന്ന് നല്ല വില കുറഞ്ഞ് കിട്ടും. അപ്പം നല്ല റേറ്റിന് നല്ല കുറേ വേണം ഇവർക്ക് മീനാണെങ്കിലും. അങ്ങനെ അവിടെ നിന്ന് മേടിക്കുന്ന മീനും ആഴ്ചയിൽ ഒരു വട്ടം എടുക്കും. പിന്നെ അതേപോലെ തന്നെ 2 വട്ടം കോഴിയും മേടിക്കും, ഫുള്ള് കോഴി. അതും എല്ലൊക്കെ ലാബിന് കൊടുത്തിട്ട് ബാക്കിയുള്ള പീസെല്ലാം കൂടി എടുത്തിട്ട് ക്യാരറ്റും മത്തങ്ങയും അതേപോലെ തന്നെ അങ്ങനെയുള്ള വെജിറ്റബിൾസും ഒക്കെ ഇട്ട് വേവിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്ത് അരപ്പ് ഒരു ഗ്രേവി പോലെ ആക്കും. അത് ചോറിൽ മിക്സ് ചെയ്താണ് റേഷനരി വെക്കും. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒറ്റ ഇതായിട്ട് റേഷനരി വെച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഫുഡ് വരുന്നത്. നിച്ചു കണ്ണ് ഏറ്റ് കഴിഞ്ഞാൽ ജനലിൻ്റെ ഇടയിൽ നിന്നവർക്ക് ഇറങ്ങിയിട്ട് നേരെ ഓടിൻ്റെ മണ്ടയിൽ കളിക്കാനൊക്കെ കയറും. ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി, അവൾ ഇറങ്ങിപ്പോവും. അങ്ങനെ ഇതണക്ക് മേളിൽ കയറി കഴിഞ്ഞാൽ ദേഹം മൊത്തം വൃത്തികേടാക്കിയാണ് വരുന്നത്. അങ്ങനെ പിടിച്ച് ഈ വെള്ള രോമം ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് എടുത്ത് അറിയുകയും ചെയ്യും. അങ്ങനെ മിക്ക ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും കുളിപ്പിക്കേണ്ടിയിട്ട് വരും. ഇവളുടെ ഈ ഒരു കയ്യിലിരിപ്പുണ്ട്. പക്ഷേ പൂച്ചക്കുട്ടികൾ ഇവളാണ് ഏറ്റവും ഭയങ്കര ആക്റ്റീവാണ്. ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആക്റ്റീവാണ് ഇവൾ. ചില സമയം ഭയങ്കര ശല്യമാണ്, ചില സമയം നല്ല ക്യൂട്ടാണ്, രസമാണ് കാണാൻ. ഇവളുടെ കളിയും കാര്യങ്ങളൊക്കെ കാണാനും നല്ല രസമാണ്. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഞാൻ നൈറ്റ് 1 മണിക്കൂർ ഇവരൊക്കെ മരുന്ന് കൊടുക്കാനും ഹെയർ കോംബ് ചെയ്ത് കൊടുക്കാനും എല്ലാം ഞാൻ ഇരിക്കാറുണ്ട്. പിന്നെ ഈ നല്ല ഹെയർ ഉള്ളവർക്കെല്ലാം നമ്മൾ ഹെയർ സിറം ഇട്ട് കൊടുക്കണം.
അപ്പോഴേ അവരുടെ ഒരു ഹെയറിനൊക്കെ ഒരു ഷൈനിങ് കാണത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു ടൈം മാറ്റി വെച്ച് ഇത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം ഈ 3 പട്ടികളും പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് കൂടുതൽ ഇൻഫെക്ഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കെയർ ചെയ്യുന്നത്. ഇപ്പം കുളിക്കുന്നിടമാണെങ്കിലും അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ മരുന്ന് കൊടുക്കുന്ന എല്ലാം ഇത്രയും ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കും അവർക്കും ഉൾപ്പെടെ ആ ഒരു പ്രശ്നം ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിക്കുന്നത്. നിച്ചുവിനെ നമ്മൾ ഈ ഇടയ്ക്കാണ് വാങ്ങിയത്. ഒരു 6 മാസം ഏജ് ആവുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് മുമ്പൊരു ഇതേപോലൊരു വൈറ്റ് പേർഷ്യൻ ക്യാറ്റ് ഉണ്ടായിരുന്നു. നിച്ചു എന്ന് തന്നെയാണ് പേര്. നിക്കിന്നായിരുന്നു വിളിക്കുന്നത്, നിച്ചു എന്നും വിളിക്കും ഞങ്ങൾ. അപ്പോൾ അത് പെട്ടെന്ന് മരിച്ചുപോയി. അങ്ങനെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. വൈഫാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ അവന് പകരമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വാങ്ങിയ ഒരു പൂച്ചക്കുട്ടിയാണിത്. അതുകൊണ്ട് അത്രയ്ക്ക് സ്നേഹവുമാണ്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച്, എപ്പോഴും വൈഫാണ് കത്തിക്കുന്നത്. പിന്നെ വൈഫിന് സുഖമില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ കത്തിക്കുന്നത്. മിക്ക ദിവസം വിളക്ക് കത്തിക്കാറുണ്ട്, ചില ദിവസങ്ങളിലേ ഉള്ളൂ നമുക്ക് തിരക്കാണെങ്കിൽ മാത്രമേ ഉള്ളൂ വിളക്ക് കത്തിക്കാതിരിക്കുന്നതും. ഇതാണ് ഞങ്ങളുടെ പൂജാമുറി. എല്ലാ ദൈവങ്ങളും ഉണ്ട്. പൂജാമുറി ഞങ്ങൾ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെക്കാറ്. ഞങ്ങൾക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്, പെറ്റ്സും അതേപോലെ ഡിവൈനായിട്ടുള്ള കാര്യങ്ങൾക്കും. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും വൈഫ് സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും അതേപോലെ തന്നെ പെപ്പർ ചിക്കൻ കറിയും ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അതാണ് നല്ല ടേസ്റ്റായിരുന്നു. പെപ്പർ ചിക്കൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു, ഒരു വെറൈറ്റി ആയിരുന്നു നെയ്ച്ചോറിൻ്റെ കൂടെ. മുമ്പ് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പെപ്പർ ചിക്കൻ ആദ്യമായിട്ടാണ് നെയ്ച്ചോറിൻ്റെ കൂടെ വെക്കുന്നത്. അത് നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അങ്ങനെ നല്ല ഒരു ഗ്രേവിയല്ല, ഒരു ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുമായിരുന്നു, പക്ഷെ നല്ല ഒരു ടേസ്റ്റായിരുന്നു. പ്ലാൻ ചെയ്ത് വെച്ചതൊന്നും അല്ലായിരുന്നു. ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് മുമ്പ് വെച്ചതിൻ്റെ അരി ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ വെച്ചതാണ് ആൾ. അങ്ങനെ അതിനാൽ വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കഴിച്ചതിന് ശേഷം കുറച്ച് ഞങ്ങൾ വീട്ടിൽ കൊടുക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു നൈറ്റ്. അങ്ങനെ അമ്മയ്ക്കും കുറച്ചെടുത്ത് ഞങ്ങൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണിപ്പോൾ. വൈഫ് കുക്കിങ്ങിൽ നല്ല എക്സ്പേർട്ടാണ്, നല്ല ടേസ്റ്റാണ്. അവൾ മിക്കതും പരീക്ഷിക്കുകയും ചെയ്യും. അതെല്ലാം നല്ല ആദ്യമായിട്ട് വെക്കുന്നതാണെന്ന് നമ്മൾ കഴിക്കുമ്പോൾ തോന്നത്തുമില്ല, ആ രീതിയിലാണ്. എല്ലാം യൂട്യൂബ് നോക്കിയും അല്ലാതെയൊക്കെ അവൾ പഠിച്ച് നല്ല രീതിക്കൊക്കെ വെക്കാറുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ ഒരു കുറവുമില്ല. മഴയത്ത് നല്ല ചൂട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടാൻ നല്ലൊരു ടേസ്റ്റായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞ ശേഷം അമ്മയ്ക്കുള്ളത് എടുത്ത് ഞങ്ങൾ കൊടുക്കാൻ ഇറങ്ങിയിരുന്നു. അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വീടിനടുത്തുള്ള തന്നെ ഒരു ഗ്രിൽ ഹൗസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്നൊരു ചൂട് ഷവർമ്മ വാങ്ങി കഴിക്കാൻ കരുതി. ഹായ്, ഇതുവരെ മഴ തോന്നിട്ടില്ല, അപ്പോൾ നല്ല തണുത്ത അന്തരീക്ഷം, നമുക്കൊരു ഷവർമ്മ കഴിക്കും. അപ്പോൾ ഷവർമ്മ കിട്ടിയിട്ടുണ്ട്. ബ്രോസ്റ്റഡ് ഷവർമ്മയാണ് മേടിച്ചത്. നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. പിന്നെ നെയ്ച്ചോറ് അമ്മയ്ക്കൊന്ന് കൊണ്ടു കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ പാപ്പു ബാക്കിൽ കിടന്ന് ഉറങ്ങുക കണ്ട. പാപ്പു എഡിറ്റ് പാപ്പു നല്ല ഉറക്കമായിരുന്നു. ഇതിൻ്റെ കാണുമ്പോൾ എണീറ്റ് വരും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചൂട് നല്ല ചൂടുണ്ട്, കൊള്ളാം, നല്ല ടേസ്റ്റാണ്. നൈറ്റ് ഡ്രൈവിൽ ഇങ്ങനെയുള്ള ചെറിയ ഐറ്റമൊക്കെ മേടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.